Tourist Transport and Tour Operations. 6th semester BCom Travel and Tourism Specialization paper. So without any further delay, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമുക്കറിയാം transport industry has acquired a fundamental place in the global network system by facilitating mobility of persons and goods from one place to another through various modes of transportation. The development of tourism depends on the transport industry. A tourist always thinks of safe, comfortable and convenient mode of transport, and of course cost and time are also important considerations while deciding on the mode of travel. So tourism ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ അതിനോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. കാരണം ഏതൊരു ടൂറിസം സ്പോട്ടും ഒരു ടൂറിസം ഹബ്ബായി മാറുന്നത് ഏറ്റവും നല്ല ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉള്ളപ്പോഴാണ്. സോ നമ്മൾ ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊരു ടൂറിസ്റ്റ് ഹബ്ബാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ആ ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന് തന്നെയാണ്. സോ ഒരു ടൂറിസം സ്പോട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ അങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുമ്പോഴാണ്. അത് കഴിയണമെന്നുണ്ടെങ്കിൽ ആ ടൂറിസ്റ്റ് സ്പോട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആവണം. സോ അത് ആക്സസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി ഒരു ടൂറിസത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത്, അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, എ ടൂറിസ്റ്റ് ഓൾവേസ് തിങ്സ് ഓഫ് സേഫ്, കംഫർട്ടബിൾ ആൻഡ് കൺവീനിയൻറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ഓഫ് കോഴ്സ് കോസ്റ്റ് ആൻഡ് ടൈം ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ വൈൽ ഡിസൈഡിങ് ഓൺ ദി മോഡ് ഓഫ് ട്രാവൽ. ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ച് അയാൾ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സെലക്ട് ചെയ്യണമെന്നുള്ളത് 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 1 സേഫ്റ്റിയാണ്, 2 സേഫ്റ്റി ആൻഡ് കംഫർട്ട് പറയാം, 2 കൺവീനിയൻസ്, ദെൻ കോസ്റ്റ് ആൻഡ് ടൈം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക്, ഒരു പർട്ടിക്കുലർ സ്പോട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് നോക്കുക, ആദ്യം സേഫായിട്ടും കംഫർട്ടായിട്ടും നമുക്കവിടെ എത്താൻ പറ്റുന്നത് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുമ്പോഴാണ്. റോഡാണോ, റെയിലാണോ, അതുപോലെ മറ്റ് വ്യോമ ഗതാഗതമാണോ എന്നിങ്ങനെയൊക്കെ. സേഫ്റ്റി മാത്രമല്ല നമ്മൾ നോക്കുക, കോസ്റ്റും അതുപോലെ നമ്മുടെ ടൈമും നോക്കും. ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും കോസ്റ്റ് എഫിഷ്യൻ്റായിട്ട്, ഏറ്റവും സേഫായിട്ട് എത്താൻ പറ്റുന്ന ഏത് ഓപ്ഷനാണുള്ളത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ അവരെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് എത്തിക്കാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക അറ്റ് മിനിമം കോസ്റ്റ് ആൻഡ് ടൈം. ഓക്കെ, ഇനി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്തു അതിൻ്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. ഫ്രം ദി അഡ്വെൻറ്റ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഹാവ് ബീൻ ചേഞ്ചിങ് അക്കോർഡിംഗ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി. The discovery and application of steam engine and electricity in the 19th century and internal combustion engine in the 20th century revolutionized travel and transport. സോ അതായത് ഹ്യൂമൻ സിവിലൈസേഷൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം ആദ്യകാലങ്ങളിൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഈവൻ വീൽസ് തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ
മനുഷ്യർ കാൽനടയായിട്ടാണ് ആദിമ മനുഷ്യർ ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തിലേക്ക് ട്രാവൽ ചെയ്തിരുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു റെവല്യൂഷനൈസ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ, ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടായത് 19th സെഞ്ച്വറിയിൽ ജെയിംസ് വാട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചപ്പോഴാണ്, ആഭ്യന്തരം. എന്നാൽ അതിനുശേഷം 20th സെഞ്ച്വറിയിൽ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ കണ്ടുപിടിച്ചു. സോ ഇതൊക്കെ ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ട് സെക്ടറിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച കണ്ടുപിടുത്തങ്ങളാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ എന്ന് തന്നെ പറയാവുന്നത് 1950s ജെറ്റ് എൻജിൻസ് കണ്ടുപിടിച്ചതാണ്. എയർക്രാഫ്റ്റ്സിൻ്റെ ജെറ്റ് എൻജിൻസിൽ വർക്ക് ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾ കണ്ടുപിടുത്തമാണ് മറ്റൊരു സ്പെക്ടാക്കുലർ ബ്രേക്ക് ത്രൂ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അതിന് മുന്നേ തന്നെ 1900 കാലഘട്ടങ്ങളിൽ 905, അതായത് 20th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിൽ റൈറ്റ് ബ്രദേഴ്സ് എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ട്രാവലിങ് കൂടുതൽ ഫാസ്റ്റർ ആവാനും അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ലോകത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇനി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ജസ്റ്റ് ഒരു ഡയഗ്രം കാണിച്ചിരിക്കുകയാണ്. സോ ഹോട്ട് എയർ ബലൂൺസ് മുതൽ എങ്ങനെ നമ്മുടെ ഇപ്പോൾ കാണുന്ന ഈ സൂപ്പർസോണിക് ബോയിങ് ഫ്ലൈറ്റ്സ് ഉണ്ടായി എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു എവല്യൂഷനാണ് കാണിക്കുന്നത്. ദെൻ റോഡ് ട്രാൻസ്പോർട്ട്, നമ്മുടെ ചാരിയറ്റ്സ് മുതൽ, അതായത് ഈ കാളകളും അതുപോലെ കുതിരകളും ഒക്കെ വലിച്ചു കൊണ്ടുപോകുന്ന ചാരിയറ്റ്സ് മുതൽ ഇപ്പോൾ കാണുന്ന ഏറ്റവും പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള കാറുകൾ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ എങ്ങനെ ഉണ്ടായെന്ന് കാണിക്കുന്നതാണ്. ഇനി അതുപോലെ ഷിപ്സ് ആണെങ്കിൽ മാസ്റ്റേഡ് ഷിപ്സ് ആയിരുന്നു ആദ്യം, അതായത് പായ്വഞ്ചി, കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് സമുദ്ര സഞ്ചാരത്തിന് ഉതകുന്ന രീതിയിലുള്ള ഷിപ്സ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്ന അത്യാധുനിക ലക്ഷറി ക്രൂയിസ് ഷിപ്സ് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു അതിൻ്റെയൊക്കെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇനി റോൾ ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ടൂറിസം, നമുക്ക് പറയേണ്ട കാര്യമില്ല. ടൂറിസം എന്നുള്ള ഒരു വേർഡ് നമ്മൾ പറയുമ്പം അപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ ഒരിക്കലും ടൂറിസം ഇല്ല. So transportation and travel can be discussed without taking tourism into consideration, but tourism cannot thrive without travel. ട്രാവലിംഗ് ഇല്ലാതെ ടൂറിസത്തിന് ത്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പം ഈ ഒരു COVID-19 ഈ പാൻഡമിക്കിൻ്റെ ഈ സമയത്ത് ഏറ്റവും വലിയ രീതിയിൽ ബാധിച്ചത് ടൂറിസം ഇൻഡസ്ട്രിയാണ്. ജസ്റ്റ് ബിക്കോസ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞു പോയി എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നമുക്ക് പറയാം ട്രാൻസ്പോർട്ടേഷൻ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ടൂറിസം ഇൻഡസ്ട്രി. ഇനി ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടാണ്: എയർ, റോഡ്, ദെൻ റെയിൽ, ദെൻ സീ. ഇനി റോഡ് ട്രാൻസ്പോർട്ട്, നമുക്കറിയാം റോഡ് ട്രാൻസ്പോർട്ടാണ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിസിങ് ആൻഡ് പൊട്ടൻറ്റ് മീൻസ് സൂട്ടബിൾ ഫോർ ഷോർട്ട് ആൻഡ് മീഡിയം ഡിസ്റ്റൻസസ്. സോ ഒരു ലിമിറ്റഡ് ഏരിയ കവർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് റോഡ് ട്രാൻസ്പോർട്ട്. It provides basic infrastructure for bringing majority of people who are living in far off villages into mainstream normal life by connecting them with different places. അതായത് ഏറ്റവും റിമോട്ടായിട്ടുള്ള പ്ലേസസിൽ നിന്നും ആളുകളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈസി വേ ഓഫ് ഓർ ഈസി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് റോഡ് ട്രാൻസ്പോർട്ടാണ്. It offers a number of advantages like flexibility, reliability, speed and door-to-door services besides supplementing and increasing efficiency of other modes of transport. So
സോ ഒരുപാട് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി, റിലയബിലിറ്റി, സ്പീഡ് ആൻഡ് ഡോർ ടു ഡോർ സർവീസസ്. അതായത് വളരെ ഫ്ലെക്സിബിളാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റോഡ് നെറ്റ്വർക്ക്സ് ആണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് റോഡ് ട്രാൻസ്പോർട്ട്. ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഓപ്പണിംഗ് അപ്പ് ഓഫ് ഇൻഫീരിയർ ആൻഡ് റിമോട്ട് ഏരിയാസ് ആൻഡ് ഈസ് റിലേറ്റീവ്ലി ചീപ്പർ ആൻഡ് ലെസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. സോ നേരത്തെ പറഞ്ഞ പോലെ റിമോട്ട് ആയിട്ടുള്ള ഇൻഫീരിയർ ആയിട്ടുള്ള ഏരിയാസിനെ കണക്ട് ചെയ്യാനായിട്ട്, ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് റോഡ് ട്രാൻസ്പോർട്ടാണ്. ദെൻ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നാഷണൽ ഹൈവേസ് ഉണ്ട്, സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്, ഡിസ്ട്രിക്ട് റോഡ്സ് ഉണ്ട്, വില്ലേജ് റോഡ്സ് ഉണ്ട്, ഇനി അൺക്ലാസിഫൈഡ് വില്ലേജ് റോഡ്സ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേസ് നെറ്റ്വർക്കാണ് നമുക്കുള്ളത്. ഇന്ത്യയിലെ നാഷണൽ ഹൈവേസ് നിർമ്മിക്കുന്നതും അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, ഇനി നാഷണൽ ഹൈവേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ മെയിൻ സിറ്റീസ്, മെട്രോപൊളിറ്റൻ സിറ്റീസ് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സിലെ ഏറ്റവും മെയിൻ സിറ്റീസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട്സ് കണക്ട് ചെയ്തിട്ട് ബിൽഡ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ഹൈവേസും. പിന്നെ അതുപോലെ റിമോട്ട് ഏരിയാസൊക്കെ വരുന്ന നമ്മൾ വില്ലേജസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് വില്ലേജ് റോഡ് നെറ്റ്വർക്ക്സ് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിലൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് പറയുന്നത്. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.